ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ മഹാദേവൻ അത്യുഗ്രമൂർത്തിയായ പരമശിവനായിട്ടാണ് കുടികൊള്ളുന്നത്. കിരാതമൂർത്തിയായും പാർവതി സമേതനായും 2 രൂപങ്ങളിലാണ് ശിവദർശനം. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ 3 വ്യത്യസ്ത ക്ഷേത്രങ്ങൾ അടങ്ങിയതാണ്. ശിവക്ഷേത്രത്തിന് സമീപം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും കന്നഡ മാധ്വ സമ്പ്രദായത്തിൽ പണികഴിപ്പിച്ച ഹനുമാൻ സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. 3 ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഹാളിനുള്ളിൽ തന്നെ ഒരു ചെറിയ കടയുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ, ഒരു മുരുകനെ അമ്മയ്ക്കും ഒരു ചെറു മോതിരം ഏട്ടനും വാങ്ങിച്ചിട്ടാണ് വന്നത് കേട്ടോ. അത് ഞാൻ അവസാനം കാണിക്കാമേ. ഈ ക്ഷേത്രമതിലകത്തിന് പുറത്ത് വടക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ദർബാർ ഹാള്. ഇത് ദർബാർ ഹാളിൻ്റെ ഗ്രൗണ്ടും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. ഇവിടെ ഭക്തർക്ക് പ്രാവുകൾക്ക് ആഹാരം കൊടുക്കാനും പ്രാവുകൾ കൂട്ടത്തോടെത്തി ഭക്ഷണം കഴിക്കുന്നത് കാണാനും ഇരിക്കാനും നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ്. പ്രാവുകൾക്കൊക്കെ വന്ന് ആഹാരം കൊടുക്കുന്നുണ്ട്. അത് കൂട്ടത്തോടെ വരികയും നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് പറക്കുകയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്, കന്നഡ, മലയാളം അങ്ങനെ ദക്ഷിണേന്ത്യയിലെ 3 സംസ്കാരങ്ങൾ ഒരുമിച്ച് കാണാൻ കഴിയും. കൊച്ചിക്കായലിൻ്റെ കിഴക്കേക്കരയിലായിട്ടാണ് ശ്രീ എറണാകുളത്തപ്പൻ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമ പ്രതിഷ്ഠ ആയ കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ എറണാകുളത്തമ്പലം കേട്ടോ. എറണാകുളത്തപ്പൻ്റെ പുണ്യസന്നിധിയെ ചുറ്റിത്തന്നെയാണ് മഹാരാജാസ് കോളേജ്, സെഷൻ കോടതി, സുഭാഷ് പാർക്ക്, മറൈൻ ഡ്രൈവ് അങ്ങനെ എല്ലാ പ്രശസ്ത സ്ഥലങ്ങളും കേട്ടോ. എന്നിരുന്നാലും ഇവിടെ എത്തുമ്പോൾ മനസ്സ് അത്ഭുതകരമായി ശാന്തമാകുന്നുണ്ട്. ഇനി ഞാൻ എന്താ വാങ്ങിയെന്ന് കാണണ്ടേ? ഇത് ഈ കാണുന്ന ആമമോതിരമാണ് വാങ്ങിയത്. കറുത്ത നിറത്തിലുള്ള ആമമോതിരം നെഗറ്റീവ് എനർജിയൊക്കെ ഒഴിവാക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വാങ്ങിയത് ഒരു മുരുകൻ്റെ ചിത്രമാണേ.